നമസ്കാരം. ഇന്നത്തെ വീഡിയോ അത് വെറുമൊരു സന്ദേശം മാത്രമല്ല. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനപ്പെട്ടതും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. നിങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒളിഞ്ഞിരുന്ന് ദ്രോഹിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമായും ഉണ്ടാകാം. പക്ഷേ ഇവരോട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം എന്നില്ല. ഇവരുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും നിങ്ങൾക്ക് അജ്ഞാതവുമാകാം. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ വളരെ നല്ല വ്യക്തികളായി അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുകയും അവരുടെ പ്രവൃത്തികളും. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ ആരാണ് ആ വ്യക്തി എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ, ആ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കി തരുന്നത്. അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ സമയം അനിവാര്യമായിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇതിനായി നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യണം എന്നില്ല. നിങ്ങൾ ഒരു നിമിഷം ആരെയാണോ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ മുൻപിൽ അല്ലെങ്കിൽ ആ ദേവതയെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ആ ശത്രുവിനെ മുൻപിൽ തെളിയണം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും പ്രാർത്ഥിക്കണം. ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ആ വ്യക്തികളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഈ സമയത്ത് ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉടക്കും. ആദ്യം കണ്ണുടക്കിയതായ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ആ ചിത്രം, കണ്ണുകൾ ഉടക്കിയ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി നിങ്ങൾ പ്രാർത്ഥിച്ച ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങൾ ജീവിതത്തിൽ വളരെ വിശ്വസിച്ചിരുന്ന, ഒപ്പം നിൽക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിചിതമല്ലാത്തതായ വ്യക്തിയല്ല പലരും. നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം ഇത്തരത്തിൽ ചതിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളോട് വളരെ അടുത്ത് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ദോഷം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ അത്തരത്തിലൊരു ചിന്തയുള്ളത്.
വലിയ കരുതലാണ് എന്ന് പോലും, അല്ലെങ്കിൽ പിന്തുണയാണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ നിങ്ങളില്ലാത്തപ്പോൾ തീർച്ചയായും അവർ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ആ സമയമാണ് അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. നിങ്ങളെ കുറ്റപ്പെടുത്തുകയും തരം താഴ്ത്തുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല രീതിയിലും ഇവർ നിങ്ങളുടെ സ്വഭാവത്തെ മോശമാക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ പല വിധത്തിലും ഇവർക്ക് അസൂയയുണ്ട്. അതിൽ പ്രധാനമായും ഒരു കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി തന്നെയാണ്. അതേപോലെ തന്നെ ഈശ്വരാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാഗ്യാനുഭവങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, അത് കുടുംബമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആയി ബന്ധപ്പെട്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനത്താൽ കടന്നു വരുന്ന പുരോഗതിയാകാം, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ പോലുമാകാം. നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത്, ഈശ്വരാധീനത്താൽ അതെല്ലാം തരണം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്നത് ഈ വ്യക്തികളെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത് ഇവരെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് സത്യം. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നത് ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് എന്നതാണ് വാസ്തവം. ഇവർക്കത് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതാണ് സത്യം. നിങ്ങൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് സഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് പല തെളിവുകളുമായി നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. പല കാര്യങ്ങൾ കൊണ്ടും പിന്നിലേക്ക് വലിക്കുകയോ അത്തരം സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് പോലൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ കാലങ്ങളായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു കാരണവുമില്ലാതെ തന്നെ പല വിഷമതകളും നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യം, സമ്മർദ്ദങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം. ചില കാര്യങ്ങൾ പലപ്പോഴും നടക്കും എന്ന് വിചാരിച്ചിട്ടും കയ്യെത്തും ദൂരത്തു നിന്നും അത് നഷ്ടമാകുന്ന സാഹചര്യം. അവസാന നിമിഷമായിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോവുക എന്നതും നിങ്ങൾ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം വിശ്വസിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും വിഷമതകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് എന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും. പല വ്യക്തികളിൽ നിന്നും വേദന നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തോ കാര്യങ്ങൾ തെറ്റായി ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ഉള്ളതാണ്. അത് തുടർന്നു പോരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊരിക്കലും യാദൃശ്ചികമായ കാര്യമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനയായി തന്നെ അതിനെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സന്തോഷകരമായ വാർത്ത നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം തന്നെയാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ ദോഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ആര് തന്നെയാണ് എങ്കിലും അവർക്കത് നല്ലതിനല്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും അവർ വിജയിക്കില്ല എന്ന് മാത്രമല്ല, ആരെല്ലാം നിങ്ങളെ തടയുവാൻ ശ്രമിച്ചാലും നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും. അത് ഇപ്പോഴല്ല എങ്കിലും ക്രമേണ ആ കാര്യങ്ങൾ സംഭവിക്കും. ഉറപ്പായും നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നതായ വ്യക്തി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ
മനസ്സുരുകി പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പരാജയപ്പെടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കണം എന്ന് വിചാരിച്ചാലും വിജയിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പല വിധത്തിലും തടയപ്പെടുന്നതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ പലരും നിങ്ങളെ തടയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ചിലരെ മനസ്സിലാക്കുവാൻ സാധിച്ചു എങ്കിൽ പോലും ചിലർ ആരാണ് എന്നൊരു പിടുത്തം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മറഞ്ഞിരുന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്ന, മറഞ്ഞിരുന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത്തരമൊരു അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് പലർക്കും വാക്ക് നൽകുന്നതായ കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന അവസ്ഥയുണ്ട്. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളെയും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥ. പല കാര്യങ്ങളും നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തി തന്നെയാണ്, ആ ഈശ്വരനിലുള്ള വിശ്വാസത്താൽ നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ഈശ്വരാധീനം തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാനും ഈ ചിത്രങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യവും ഓർക്കുക. ഇത്രയും വിഷമതകൾ അനുഭവിക്കുന്നു എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വെറും സാധാരണ വ്യക്തികളല്ല. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. അതില്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കേണ്ടതായ ഒരു വലിയ സത്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കേൾക്കാനായി പോവുകയാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് വളരെ ശക്തമാണ് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് ധൈര്യക്കുറവ് ഒരു കാര്യത്തിലും ഉണ്ടാകണം എന്നില്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ്. അത് ഏതൊരു പാതയിലൂടെയാണ് എങ്കിലും നിങ്ങൾക്കതിനെ സാധിക്കും എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന കാര്യമാണ്. പലർക്കും നിങ്ങളെ എളുപ്പത്തിൽ തകർക്കാം എന്നൊരു ധാരണയുണ്ട് എങ്കിൽ അതൊരു മിഥ്യാധാരണ മാത്രമാണ്. എളുപ്പത്തിൽ തകർന്നു പോകുന്ന വ്യക്തിത്വങ്ങളല്ല നിങ്ങൾ എന്നതാണ് മറ്റൊരു പ്രത്യേകത. പക്ഷേ നിങ്ങളുടെ മനസ്സ് അല്പം ഒരു സെൻസിറ്റീവാണ്. മറ്റുള്ളവർ പലപ്പോഴും പല കാര്യങ്ങളിലും തടസ്സമായി നിൽക്കുന്നു എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ പുറത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് തോന്നും എങ്കിലും അകത്ത് വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ മനസ്സ് വളരെ സ്നേഹമുള്ള വ്യക്തികളുടെ മനസ്സാണ്. നിങ്ങൾ പലപ്പോഴും വിഷമിച്ചു എന്ന് വരാം, കണ്ണുകൾ നിറഞ്ഞു എന്ന് പോലും വരാം. എന്നാൽ ഇതെല്ലാം സമർത്ഥമായി നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അത് മറ്റുള്ളവർ അറിയേണ്ടതായിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ത്യജിച്ചിട്ടുള്ള, ത്യാഗം ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കുന്നതല്ല. പലരും അസത്യം നിങ്ങളോട് പറയുന്നു, പലരും നിങ്ങളെ ദ്രോഹിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല എന്നും നീതി നിങ്ങൾക്ക് ലഭിക്കണം എന്നും വളരെയധികം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്.
ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് എന്ന് നിസ്സംശയം പറയാം. ചില വ്യക്തികൾ നിങ്ങളോട് വളരെയധികം അസൂയപ്പെടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഒരു ഭയം നിഴലിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഭയപ്പാടോടെ മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങളുടെ കഴിവിൽ അവർക്ക് ഭയമുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും നിങ്ങൾ ജീവിതത്തിൽ നടത്തുന്ന പല മുന്നേറ്റങ്ങളിലും ഇടപെടലുകളിലും അവർക്ക് ഭയമുണ്ട്. നിങ്ങൾ ഉയർന്നു പോകുമോ അല്ലെങ്കിൽ അവരെ കടത്തിവെട്ടുമോ എന്ന ഭയം അവരുടെ മനസ്സിൽ നിഴലിച്ചിട്ട് കുറച്ചായി എന്നതാണ് വാസ്തവം. നിങ്ങളോട് സ്നേഹമായി പെരുമാറുകയും എന്നാൽ പുറത്തോ പല വ്യക്തികളോടോ നിങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പടർത്തുന്ന വ്യക്തികളായി അവർ മാറുന്നു എന്നതും വാസ്തവമാണ്. ഇവരെ തിരിച്ചറിയുവാൻ പോലും സാധിക്കാത്ത വിധം നിങ്ങളോട് വളരെ അടുപ്പത്തിലുള്ളവരാകാം. എന്നാൽ എപ്പോഴും ചില സമയങ്ങളിൽ ബന്ധം പുലർത്തുന്നവരാകണം എന്നുമില്ല. നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തന്നെയാണ് പലരോടും ഇവർ പറയുന്നത് എന്നത് നിങ്ങളുടെ വിശ്വാസ്യതയെ പോലും അവർ തുരങ്കം വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്നേഹത്തോടെ പെരുമാറുന്നു എങ്കിലും അസൂയ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവ് തന്നെയാണ് ഇതിനെല്ലാം കാരണം. നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് ഇടപെടുന്നതായ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുന്നത് എല്ലാം അവരിൽ ഭയം തോന്നിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതുവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്നതാണ്. കാരണം നിങ്ങളെ എത്ര തന്നെ താഴ്ത്തുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് തടസ്സങ്ങൾ നേരിടുവാൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ പ്രവേശിക്കും എന്നുള്ളതാണ്. അവർ മടുത്ത് നിർത്തുന്നതായ സാഹചര്യമോ എത്ര ചെയ്തിട്ടും നിങ്ങൾക്കെതിരെ ഒന്നും ഫലപ്രദമാകാത്തതിനാൽ അവർ വിഷമിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും അനുഭവവേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. വളരെ കാലമായി ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും ടെൻഷനുകൾ, അല്ലെങ്കിൽ പല വ്യക്തികളെയും നിങ്ങൾ അമിതമായി വിശ്വസിച്ച് പിന്നീട് ബുദ്ധിമുട്ടിലായി പോകുന്ന സാഹചര്യം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴുള്ള മൂഡായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരുന്നു. തടയാൻ ശ്രമിച്ചവർ തന്നെ നിങ്ങളുടെ മുന്നേറ്റം കാണുകയും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവർ പോലും നിങ്ങളുടെ ഉയർച്ച കണ്ട് വിഷമിക്കുകയും അത്ഭുതപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചത് വലിയ മുന്നേറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന്റെ സൂചനയാണ്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.